ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് അകന്നുപോയ സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി തൻ്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണ് ആ കാലഘട്ടത്തിൽ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നത്. വേദപുസ്തകത്തിൽ ഒരു ചെറുവേദ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന പ്രവചന പുസ്തകമാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം. ആമേൻ. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും കേന്ദ്രീകരിച്ച് 39 അധ്യായങ്ങൾ പഴയ നിയമ പ്രവചന ശബ്ദങ്ങളായും അവസാനത്തെ 27 അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ച് പുതിയ നിയമ പ്രവചന ശബ്ദങ്ങളുമായി ഭാഗം ചെയ്തിരിക്കുന്ന ഒരു വേദപുസ്തകത്തിൻ്റെ ചെറുവേദ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകമാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം. യെശയ്യാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകനായ യെശയ്യാവ് ആ കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനുള്ള പ്രധാന കാരണം ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനം ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും വീര്യപ്രവൃത്തികളെയും നന്മകളെയൊക്കെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അന്യ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ സേവിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പിന്മാറിപ്പോയ ഒരു ജനതയെ, ഒരു തലമുറയെ ദൈവത്തിങ്കിലേക്ക് തിരിക്കേണ്ടതിനായിരുന്നു കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകനെ അയക്കുകയോ നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ സമയമായി എന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായാൽ നല്ല ആമേൻ പറയണം കർത്താവിന്.